ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെ ചൂട് എല്ലാ പ്രാവശ്യത്തിനേക്കാളും കേരളത്തിൽ പ്രാവശ്യം ചൂട് കൂടുതൽ തന്നെയാട്ടാ. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഈ പെറുത്തിട്ട് ഇങ്ങനെ ചൂടിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതായിട്ട് എന്താ വെച്ചാൽ സഹിക്കാം. ഇതുവരെ ഇങ്ങനത്തെ ഒരു ചൂട് അനുഭവപ്പെടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്നും ഇങ്ങനെ തൂക്കിയിടാനൊന്നും വയ്യട്ടാ. വെള്ളമൊക്കെ വാരി പിടിച്ച് മേലക്കിനെ കെട്ടി ക്രാബാണ്ട് ഇട്ട് വെച്ചെടുക്കുക. ഇനി ഫാൻ്റെ ചോട്ടിക്ക് എപ്പോഴാണ് പോണത്, പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ അപ്പോഴേ ആ മുടി കെട്ടൊക്കെ ഒന്ന് അയക്കുള്ളൂ കേട്ടാ. അത്രയും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെ പോലെയല്ല. ഈ ചൂട് കതിയെ വരുമ്പോഴേക്കും ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ തണുപ്പ് കൂട്ടാ. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ അല്ലേ. എന്തിനാ എന്നും ഇപ്പം എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് പറയണ്ടേ. അപ്പം ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടാ, ഇഡ്ഡലി. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സൽമ പറയുമല്ലോ പച്ചക്കായ വെട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇന്നലെ വെട്ടിയിട്ടാ തറവാട്ടിലെടുത്ത് എനിക്കും തന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭക്ഷണേ ഇപ്പോൾ കുറച്ചിട്ടാ. രാത്രിയൊന്നും തീരെ ചോറ് തിന്നാനില്ല. എനിക്ക് എന്തില്ലെങ്കിലും രാത്രി ഇത്തിരി ചോറ് കഴിക്കുന്ന ആളാണ്. രാത്രി ഒന്നും ചോറ് വേണ്ട, തിന്നാൻ തോന്നണില്ല ചോറ്. അപ്പോൾ ഈ കായ വെട്ടുമ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ കയ്യുമ്മ പരത്തിയാൽ മതി കേട്ടാ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പരത്തിയപ്പോൾ കയ്യുമ്മ ഒന്നും കറയൊന്നും പിടിച്ചില്ല കേട്ടാ. അപ്പോൾ കുറച്ച് കായ എടുത്തിട്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് പയറും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കുറച്ച് പയറിട്ടിട്ട് വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്നെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏതായാലും എളുപ്പമല്ല കേട്ടാ യൂട്യൂബിൽ സക്സസ് ആവുക എന്നുള്ളത്. അതും നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ എന്തായാലും നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചില്ലേ പോവുക തന്നെ അല്ലേ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെയും സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ കുറേ കൂട്ടുകാരെ വീഡിയോ ഒക്കെ നമ്മൾ എത്താത്തതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇതൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ സാവധാനമൊക്കെ ഞാൻ എത്തിപ്പെട്ട് കണ്ടോളാം കേട്ടാ. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനൊന്നും ഒരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇടാതിരിക്കണ്ടല്ലോ, എന്നും നമ്മൾ രാത്രി 7:30 ഇടുന്നതല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഒന്നും ഇട്ടതാണ് കേട്ടാ. അപ്പോൾ ഇഡ്ഡലിയായി ചുവന്ന ചട്ടിനി കേട്ടാ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മേലേക്ക് പോയതാട്ടാ മക്കളെ. അവിടെ ഒക്കെ നല്ല പിടിച്ച് വന്ന മുളകൊക്കെ അല്ലേ. നമുക്ക് വെള്ളം പൈപ്പിലൊന്നും വരുന്നില്ലല്ലോ. താഴെ നിന്ന് കോഴിക്ക് കൊണ്ടുപോകാൻ കുറച്ച് വെള്ളം കൊണ്ടുപോകും. അപ്പോൾ അവിടെ മുന്നേ ഉണ്ടായിരുന്ന കോഴിക്ക് എടുത്ത് വെച്ച വെള്ളമൊക്കെ ആയിട്ട് ഓരോ തുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഉഷാറില്ല കേട്ടാ മുളകൊന്നും. നമുക്കങ്ങനെ വെള്ളം ഒഴിക്കാനില്ല. പിന്നെ താഴത്തുനിന്ന് വെള്ളം കൊണ്ടു ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. എന്നാലും ഉണക്കി കളയാതെ നിർത്തണമല്ലോ ഇപ്പോൾ ഇതൊക്കെ. അതിലിടയ്ക്ക് ഇന്നലെ എന്നിപ്പോൾ രാത്രി ഒരു കറണ്ട് പോക്കാട്ടാ. ഇന്നലെ ഇങ്ങനെ ഷീറ്റുമ്പോൾ പുടുപുട് വെച്ചിട്ട് ഇങ്ങനെ മഴ തുള്ളിയിട്ടിട്ട് ഇങ്ങനെ ഉണ്ട് വന്നിട്ടാ. അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് ഉമ്മാർത്ത് പോയി എല്ലാവരും. മഴ ഇപ്പോൾ പെയ്യ് വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് തുള്ളിയിട്ടിട്ട് ഇങ്ങനെ പടുക്കുറത്തൊന്നും തുള്ളിയേ വീണില്ല. എന്നാൽ ഉമ്മാർത്തെ വിറ്റൊക്കെ ഒന്ന് നമ്മൾ മുറ്റടിക്കുമ്പോൾ വെള്ളം തെളിച്ച പോലെയൊക്കെ ഒന്ന് ആയിട്ട് മുറ്റടിച്ചപ്പോൾ പൊടി മാറിയില്ല കേട്ടാ. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ മഴ അങ്ങനെ പോയി. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ഒരു ചെറിയ സവോളയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചതും സവോള പൊടിയായിട്ട് അരിഞ്ഞതൊക്കെ കൂടി ഒന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടാ. അപ്പോൾ ചുരങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ചൊരു മൂത്തതായിരുന്നു കേട്ടാ. അപ്പം ഞാനത് വേവിച്ചാൽ തിന്നാലോ വെച്ചിട്ട് പെരി പോലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. നാശാക്കി കളയണ്ടല്ലോ, തിന്നണ സാധനം എന്ന് പറയുമല്ലോ. അപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാട്ടാ. അപ്പോൾ ഈ ഇന്നലെ വൻപയറായിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇത്തിരി കഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു ശകരം. അപ്പോൾ രാത്രി ആകുമ്പോൾ പിന്നെ എന്തൊക്കെ ഇപ്പോൾ മോള് പൊറോട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ
ഇത് അങ്ങനെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ. അപ്പോൾ ആ ഉപ്പേരിയും ഈ മറ്റേ ചുരങ്ങയുടെ ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് രണ്ടും കൂടി ആയപ്പോൾ നാശമാക്കി കളയണ്ടല്ലോ തിന്ന സാധനം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ കറി വെക്കാൻ അയിലക്കറി കേട്ടാ, നല്ല അയില കേട്ടാ, 2 കഷ്ണമാക്കാൻ പറ്റിയ. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയിട്ട് അരയ്ക്കാനൊക്കെ ഒരു മടി. അപ്പോൾ ഇന്ന് ഏതായാലും ഇതേപോലെ സവോളയൊക്കെ വഴറ്റിയിട്ട് വെക്കാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ ഒരു സവോള എടുത്തിട്ടൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നപ്പോൾ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ. അത് അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുത്ത്, അങ്ങനെ മടി പിടിച്ചൊരു കറി കേട്ടെന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് വാടിയ ഒരു അയിലായിരുന്നു കേട്ടോ. എനിക്ക് ഫ്രഷ് അയിലേനെക്കാട്ടി ഇഷ്ടം അങ്ങനത്തെ മീനാട്ടാ കൂട്ടുന്നത്. അപ്പോൾ അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ്. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ചപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ മറ്റേ ഞാൻ അയിലൊക്കെ സാധാരണ ഒക്കെ വറുത്തരച്ചിട്ടൊക്കെ വെക്കൽ. എന്നാലും കുറേ ദിവസത്തിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ നല്ലൊരു കൂട്ടണൊരു മീനൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ നല്ലൊരു ഇതായിട്ടാണ്, ഇഷ്ടമായി. പിന്നെ പുറത്ത് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് കൊടുന്ന സ്ഥലം അവിടെ നിന്ന് കൊടുന്നിട്ടാ ഓല കെട്ടി വയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പുറത്തേക്കാണ്ട് ഇറങ്ങാനൊന്നും വയ്യ കേട്ടാ. പിന്നെ വൈകുന്നേരത്താണ് തിരുമ്പാനൊക്കെ പോകുക. കാരണം പിന്നെ ഒക്കെ അവിടെ കിടക്കുകയാണ്, ചെയ്യണം. അപ്പം അങ്ങനെ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടാ. കുറച്ച് മസാലയൊക്കെ തേച്ച് പൊരിക്കാനായിട്ടിട്ട്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ആയപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടാ. ഓക്കെ.